നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത് ക്വിയർ രാഷ്ട്രീയം എന്ന വാക്കിനെക്കുറിച്ചാണ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ എന്താണ് ഇതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഒരുമിച്ചതൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്വിയർ രാഷ്ട്രീയം എന്ന് പറയുന്നത് LGBTQ+ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വെറുമൊരു പുതിയ പേരാണോ? അതോ ഇവ തമ്മിൽ വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യത്യാസം എന്താണ്? നമുക്ക് വ്യക്തമാക്കാം. ഈ രാഷ്ട്രീയത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ക്വിയർ എന്ന വാക്കിന്റെ കഥ അറിയണം. കാരണം ആ വാക്കിന്റെ ചരിത്രത്തിലാണ്, അതിന്റെ ആ ഒരു യാത്രയിലാണ് ഈ രാഷ്ട്രീയത്തിന്റെ വേരുകൾ കിടക്കുന്നത്. ഒരു കാലത്ത് ക്വിയർ എന്ന വാക്ക് ഒരു മോശം വാക്കായിരുന്നു. ആളുകളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു അത്. വിചിത്രമായത്, അസ്വാഭാവികമായത് എന്നൊക്കെയായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷേ സമൂഹം തങ്ങളെ മുദ്രകുത്താൻ ഉപയോഗിച്ച ആ വാക്കിനെ LGBTQ+ സമൂഹം അങ്ങേറ്റെടുത്തു. എന്നിട്ട് അതിനെ തങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും ഒരുമയുടെയും ശക്തമായ ഒരു പ്രതീകമാക്കി മാറ്റി. അതൊരു വല്ലാത്ത തിരിച്ചുപിടിക്കലായിരുന്നു. അപ്പോ ഇതാണ് ക്വിയർ രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാന നിർവചനം. ഇത് വെറുതെ ചില നിയമപരമായ അവകാശങ്ങൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനപ്പുറം എന്താണ് ലിംഗഭേദം, എന്താണ് ലൈംഗികത, എന്താണ് നോർമൽ എന്നിങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഫീൽഡാണിത്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. ഇനി നമുക്ക് ക്വിയർ രാഷ്ട്രീയത്തിന്റെ ഹൃദയത്തിലേക്ക് വരാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് നോക്കാം. സമൂഹം ഇതാണ് ശരി, ഇതാണ് സാധാരണ എന്നൊക്കെ പറയുന്ന ഓരോ കാര്യത്തെയും പിടിച്ചു നിർത്തി എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. അതാണ് ഇതിന്റെ കാതൽ. ഹെട്രോനോർമാറ്റിവിറ്റി കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡായി തോന്നുന്ന വാക്കാണല്ലേ? പക്ഷേ ആശയം വളരെ സിമ്പിളാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് പോലെയാണിത്. അതായത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമാണ് നോർമൽ, അതാണ് സ്വാഭാവികം എന്നൊരു മുൻവിധി. ബാക്കിയെല്ലാം അതിൽ നിന്നുള്ള വ്യതിയാനങ്ങളാണെന്നൊരു ചിന്ത. ക്വിയർ രാഷ്ട്രീയം കൃത്യമായി ഈ ഡീഫോൾട്ട് സെറ്റിങ്ങിനെയാണ് പൊളിക്കാൻ ശ്രമിക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകളൊക്കെ വരുന്നത് ക്വിയർ തിയറി എന്ന് പറയുന്ന ഒരു വലിയ അക്കാഡമിക് ഫീൽഡിൽ നിന്നാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലിംഗസ്വത്വവും ലൈംഗികതയുമൊന്നും ജനിക്കുമ്പോൾ കിട്ടുന്ന, പിന്നീട് മാറാത്ത ഒരു കല്ലുപോലെ ഉറച്ച ഒന്നല്ല. മറിച്ച് നമ്മുടെ സമൂഹം, നമ്മുടെ സംസ്കാരം, അധികാരഘടനകൾ ഇവയൊക്കെ ചേർന്ന് ഓരോ നിമിഷവും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ്. ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകയാണ് ജൂഡിത്ത് ബട്ട്ലർ. അവരുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരാശയമാണിത്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമല്ല, മറിച്ച് നമ്മുടെ സംസാരത്തിലൂടെ, വസ്ത്രധാരണത്തിലൂടെ, പെരുമാറ്റത്തിലൂടെയൊക്കെ നമ്മൾ ഓരോ നിമിഷവും അവതരിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ആണായി അഭിനയിക്കുന്നു, പെണ്ണായി അഭിനയിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്നൊരാശയമല്ലേ ഇത്? ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്തിലേക്ക് വരാം. ഒരുപക്ഷേ ഈ ചർച്ചയുടെ ഏറ്റവും കാതലായ ഭാഗം ഇതാണ്: ക്വിയർ രാഷ്ട്രീയത്തെ മറ്റുള്ളവയിൽ നിന്ന് ശരിക്കും വേറിട്ട് നിർത്തുന്ന ഘടകം. ഇൻക്ലൂഷനും ലിബറേഷനും, അതായത് ഉൾക്കൊള്ളലും വിമോചനവും തമ്മിലുള്ള വ്യത്യാസം. ഈ താരതമ്യം നോക്കൂ. ഇത് ആ വ്യത്യാസം വളരെ വ്യക്തമാക്കും. LGBTQ+ അവകാശ രാഷ്ട്രീയം പലപ്പോഴും ശ്രമിക്കുന്നത് നിലവിലുള്ള സമൂഹത്തിൽ ആ മേശയ്ക്ക് ചുറ്റും ഒരു കസേര നേടാനാണ്. എന്നാൽ ക്വിയർ രാഷ്ട്രീയം ചോദിക്കുന്നത്, എന്തിനാണീ മേശ? ഈ മേശയുടെ ഘടനയിൽ തന്നെ പ്രശ്നമില്ലേ? നമുക്ക് ഈ വീട് തന്നെ പൊളിച്ച് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റുന്ന പുതിയൊരെണ്ണം പണിതുകൂടെ എന്നാണ്. ഒന്ന് സിസ്റ്റത്തിനുള്ളിൽ മാറ്റം ആഗ്രഹിക്കുമ്പോൾ മറ്റൊന്ന് സിസ്റ്റത്തെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കാതലായ വ്യത്യാസം. ഓക്കെ, ഇതൊക്കെ തിയറി. ഇനി ഈ ആശയങ്ങൾ യഥാർത്ഥ ലോകത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാവുന്നത് നോക്കിയാലോ? ചില ഉദാഹരണങ്ങളെടുത്താൽ ഈ വ്യത്യാസം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. വിവാഹസമത്വം തീർച്ചയായും വലിയൊരു മുന്നേറ്റമാണ്, ഒരു പ്രധാനപ്പെട്ട അവകാശമാണ്. പക്ഷെ ക്വിയർ രാഷ്ട്രീയം അവിടെ നിർത്തുന്നില്ല. അത് ചോദിക്കും, വിവാഹം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തന്നെ ഒരു നല്ല കുടുംബം എങ്ങനെയായിരിക്കണം, ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില ഇടുങ്ങിയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അതാണ് ചോദ്യം. അവകാശത്തിനപ്പുറം ആ വ്യവസ്ഥയെ തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അതുപോലെ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യം നോക്കാം.
ക്വിയർ രാഷ്ട്രീയം സമൂഹത്തിലെ പ്രബലരായവരുടെ മാത്രം പ്രശ്നങ്ങളിലല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട LGBTQ+ വ്യക്തികളുടെ ശബ്ദത്തിനാണ് അത് പ്രാധാന്യം നൽകുന്നത്. കാരണം വ്യവസ്ഥിതിയുടെ ഇരകൾ ഏറ്റവും കൂടുതൽ അവരാണ്. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ക്വിയർ രാഷ്ട്രീയം ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല. അത് സമൂഹത്തിലെ നീതിക്ക് വേണ്ടിയുള്ള മറ്റനേകം പോരാട്ടങ്ങളുമായി കൈകോർത്തു പിടിക്കുന്ന ഒന്നാണ്. ആ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ആശയമാണ് ഇന്റർസെക്ഷനാലിറ്റി. കിംബർലി ക്രെൻഷോയുടെ ഈ ആശയം പറയുന്നത് ഒരാളുടെ സ്വത്വം പല കാര്യങ്ങൾ ചേർന്നതാണ് എന്നാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ ഒരു ദളിത് ട്രാൻസ്ജെൻഡർ സ്ത്രീ അവർ അനുഭവിക്കുന്ന വിവേചനം അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയുടെ പേരിൽ മാത്രമല്ല, അവരുടെ ജാതിയുടെ പേരിലും കൂടിയാണ്. ഈ രണ്ടനുഭവങ്ങളും കൂടിക്കലർന്ന ഒരു പുതിയ തരം അടിച്ചമർത്തലാണ് അവർ നേരിടുന്നത്. ഈ കൂടിക്കലരലിനെ മനസ്സിലാക്കുന്നതിനെയാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന തിരിച്ചറിവിൽ നിന്നാണ് ക്വിയർ രാഷ്ട്രീയം മറ്റ് പ്രസ്ഥാനങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാത്തരം അടിച്ചമർത്തലുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഫെമിനിസവുമായും ജാതിവിരുദ്ധ പോരാട്ടങ്ങളുമായും ഭിന്നശേഷി അവകാശ പ്രസ്ഥാനങ്ങളുമായുമൊക്കെ ഒരു വലിയ സഖ്യത്തിന്റെ ഭാഗമാകുന്നു. ശരി, അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തുകൊണ്ടാണ് ക്വിയർ രാഷ്ട്രീയം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാകുന്നത്? അതിന്റെ യഥാർത്ഥ ശക്തി എവിടെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ക്വിയർ രാഷ്ട്രീയം എന്നത് LGBTQ+ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാത്രം കാര്യമല്ല. അത് നമ്മളെല്ലാവരെയും കുറിച്ചാണ്. സമൂഹം എങ്ങനെ പ്രവർത്തിക്കണം, ബന്ധങ്ങൾ, കുടുംബം, സ്നേഹം, ഇവയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണകളെ പുനർവിചിന്തനം ചെയ്യാൻ നമ്മെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നോർമൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് ചിന്തിച്ചാൽ അത് LGBTQ+ സമൂഹത്തിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ സ്വതന്ത്രമായി നമ്മളായി ജീവിക്കാൻ എത്രമാത്രം പുതിയ സാധ്യതകളായിരിക്കും തുറന്നു തരിക. ചിന്തിച്ചു നോക്കൂ.